നമ്മളിപ്പം തുർക്കിയിലേക്ക് പോകാൻ വേണ്ടി വന്നു ഇബ്രാഹിം ഖലീൽ. ഇവിടെ ആർട്ടിൻ ഓയിൽ ഇവിടെ കണ്ട ആദ്യം മാത്രമേ ഉള്ളൂ. ആദ്യം മോസൻ സൂപ്പർ ഇല്ല, പക്ഷെ നമുക്ക് എണ്ണയാണെങ്കിൽ ഇപ്പോൾ തീരും ചെയ്യും. ഇനിയിപ്പം ആദ്യം മോസൻ നോക്കിയിട്ട് കാര്യമില്ല, അങ്ങ് അടിക്കുക. രണ്ടാമത് സ്പാർക്ക് പ്ലഗ് എടുക്കാനുണ്ടാകും. ഹലോ, എക്സ്ക്യൂസ് മീ. സൂപ്പർ 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 سوبر again benzin زاخو كم هذا كيلومتر تقريبا 10 كيلومتر 10 كيلومتر 10 no Arabic 10 كيلومتر 5 10 how much ده انجليزي فيها no 1 2 1 2 3 4 5 6 7 8 10 കിലോമീറ്റർ 10 കിലോമീറ്റർ കിട്ടും. ഇതിപ്പോൾ ചെയ്യാം. 630 730 830 അല്ല 412 630 630 70 അടിച്ചത്. ഓക്കെ മോസൻ, ഇനി എന്തും നോക്കിയിട്ട് കാര്യമില്ല. മോസൻ അടിക്കാം. ചിലപ്പോൾ അങ്ങത്തേക്ക് തീർന്നു പോയെങ്കിലും. മോസൻ 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 عادي محسن سوبر ايه محسن سو جود ايه ايش تمام ايه تمام ايه تمام اوكي تركي 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 Türkiye gidiyorsun. تركي تركي يا إبراهيم خليل İbrahim Halil. yeah Türkiye pasaportun. coming from India. Hindi. Yeah. Ya. Hoş geldiniz. Türkçe konuşabiliyorsun. Türkiye go İstanbul. Az biliyorsun. İstanbul. Visa Turkey. With the Turkey inside, I will show you. I have 3 passports. This one. Oh, okay. Burada pasaportu uydurursa şu müşkilerini ne de işte yaptık. Where? Shukran. Where to go? Okay, right one. So today we are crossing Turkey. So I'm in Ibrahim Khalil border. രാജ്യത്ത് കയറുമ്പോൾ നമ്മൾ IDP അതിൻ്റെ അബുദാബിയിൽ നിന്ന് എടുത്ത ഡ്രൈവിംഗ് പെർമിറ്റാണ്. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ലൈസൻസ്. പിന്നെ നമ്മൾ RC KL 78C 1555. You got it. It's an Indian car from Kerala. Indian car. വെച്ചിട്ട് കണ്ണ് കാണുന്നില്ല. അവസാനം ഇവൻ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഇവനാണ് കോഫി ചായലുമായി തന്നു. You are a good person, Mujahid. Why? Indian people like you know Indian people love Kurdistan. It's very hot. Which your papa out? Yeah, this side. ഇതാണ് തുർക്കിഷ് പൈസ. ഇതിന്റെ ഒരു തുർക്കിഷ് നമ്മുടെ നാട്ടിലെ 2.20 ഉറുപ്പ്യാണ്. അപ്പം നമുക്കിനി ഇവിടുന്ന് നേരെ ബോർഡറിലേക്ക് പോകണം. ഈ കുർദിസ്ഥാനിൽ നിന്ന് പോകുന്ന വണ്ടികൾക്കെല്ലാം 43,000 ഇറാഖി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഏകദേശം 4,000 ഉറുപ്പ്യ. എന്താ ഇപ്പം ചെയ്യുക? ഭയങ്കര പൈസയുള്ളത്. ഇതാണ് നമുക്ക് പോകേണ്ട ഇത് ഇബ്രാഹിം ഖലീൽ ബോർഡർ. എക്സ്ക്യൂസ് മീ, വേർ ക്യാൻ ഐ പാർക്ക്? വേർ നീഡ് ടു പാർക്ക്? Passport? Visa? Oh yeah. Okay. So parking?
our 11th country. എന്താ വണ്ടിക്ക് ഫ്രീ ആയിട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ. എന്താണ് ഓനെ ഇവിടെ കേറുന്നാക്കെല്ലാം ഫ്രീ ആയിട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ മോളെ, ഞാനെന്റെ ഗ്ലാസ് മാറ്റി. ഇതാണ് തുർക്കി, കണ്ടോ അവിടെ എഴുതിയത് തുർക്കിയും. ഈ ബസ് എത്ര നേരമായിന്നറിയാം. എത്ര ആളാ അവർ ഒരാൾ ഇറക്കി നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ 5 മണിക്കാറ്റം വന്ന് നിൽക്കുന്ന ഇവിടെ. അവസാനം 12 മണിയായി. You need this one? Yeah. Okay. No. Okay. No. This is my orange. ഇൻഷുറൻസ് ആണ് അടുത്ത പ്രയാസം. ഇൻഷുറൻസ് വന്നപ്പോൾ ഇതൊക്കെ നിന്ന്. ഇൻഷുറൻസ് കാറിന് $12, ബൈക്കിന് $45. അപ്പോൾ നമുക്ക് $12 കൊടുക്കണം. പറഞ്ഞാൽ എൻ്റെ കാറാന്ന് പറഞ്ഞപ്പോൾ $12 അടിച്ചാൽ മതി. ഇതാണ് തുർക്കിയിലെ പൈസ കേട്ടോ. ഇതിൻ്റെ ഉറുപ്പിയുണ്ടല്ലേ, ഇത് ഡബിൾ. അതായത് ഇപ്പോൾ ഇത് 400, നമ്മൾ ഇന്ത്യയിലെ 400 റുപ്യ, ഇത് ഇന്ത്യയിലെ 200 റുപ്യ. അതാണ് നമ്മളിതാ ഇവിടെ തുർക്കി ബോർഡർ എത്തിയാക്കുമ്പോൾ ഇവിടെ നിറച്ചും ഓരോ ബസ്സിൽ നിന്ന് 50,000 ആൾക്കാർ ഇറങ്ങി വരില്ല. ഇത്ര സമയം നിൽക്കുന്നറിയാം. പക്ഷെ എൻ്റെ വേഗം അവർ ചെയ്തതിനെ ഇനി നമുക്ക് തുർക്കി കയറണം. നമ്മളിപ്പം കുർദിസ്ഥാനെ തുർക്കിൻ്റെ നടുക്കാണത്. ഇവിടെ നമുക്ക് എക്സിറ്റ് ആണ്. ഇതാണ് ഇബ്രാഹിം ഖലീൽ ബോർഡറിൽ തിരക്ക് നോക്കിയട്ടെ. തുർക്കിയിലേക്ക് പോകുന്ന ബസ് തേച്ചു. അതാണ് ഓരോ ബസ്സിന് ഒത്തിരി ആൾക്കാർ വേറെ. നമ്മളാണെങ്കിൽ ഇവിടെ ലൈനിൽ ഇരുന്നിട്ട് ഇത്ര സമയമായി. ഇതിന്ന് എത്തുമ്പോഴത്തേക്ക് സൗകര്യവാങ്ങ് കൊടുക്കും തോന്നും. പേപ്പറെല്ലാം ചെയ്ത് തരുമ്പോഴത്തേക്ക് എത്ര നേരമായി. ഫ്രം ഇന്ത്യ. ഇതാണ് മക്കളെ നമ്മളെ തുർക്കി 11ാമത്തെ രാജ്യം. അതോ എനിക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. എനിക്ക് എന്താ പറയണ്ടേ, സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും കഴിയില്ല. എന്താ ലുക്ക്. പാസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് 2 പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ 2 പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് എൻ്റെ വിസ ഉള്ളത് ഒരു പാസ്പോർട്ടിലും പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വേറൊരു പാസ്പോർട്ടാണ്. പോലീസിൻ്റെ ബാക്കിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അവരെ ബാക്കിൽ പോകണം. ഇപ്പം അവരതാ മുമ്പിൽ. എന്തെല്ലാം ഇടങ്ങാറോ നോക്കി പഠിച്ചോണേ, കയ്യൂല അബേ. ഇനി ബെൽറ്റിൻ്റെ ഒച്ചയും കൂടിയുള്ളൂ. ഇവിടെ നിർത്തണം. ഇതാ പോലീസ് സ്റ്റേഷൻ. ഡ്യൂട്ടി ഫ്രീ. നമ്മൾ ഇനിയും തുർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പോലീസിൻ്റെ ഡ്രസ്സ്. അടിപൊളിയല്ലാണ്. ഇംഗ്ലീഷ് not Turkish, sorry. Testil. Are you off the forget off the light. അങ്ങനെ നമ്മളെ തുർക്കിയിലേക്ക് കയറിയിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ട് പുറത്തിറങ്ങിയാൽ തുർക്കി. എന്നാലും എന്ത് പൈസ ആള് സിമ്മിന് പറഞ്ഞേ. ഞാൻ നെട്ടിപ്പോയി. $50 സിമ്മിനും $50 റീചാർജിനും. $50 സിമ്മിനും $50 റീചാർജിനും. അപ്പോൾ $100. ഇപ്പോൾ ടോട്ടല് 9,000 റുപ്യ ഒരു മാസം നെറ്റ് യൂസ് ചെയ്യും. അതായത് 20 GB ഉള്ളൂ. ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ റബ്ബേ തുർക്കി. അയാളാണെങ്കിൽ എൻ്റെ വേണ്ടാത്ത പൈസ നമുക്ക് ഒരു എന്താ ബോർഡർ ചാർജ് എന്ന് പറഞ്ഞിട്ട് 5,000 വേറെ എടുത്ത്, ഫൈൻ തൊട്ട് 5,000 വേറെ എടുത്ത്, 10,000 ആടെ വെറുതെ ഒരു ആവശ്യമില്ല. അതുകൊണ്ടെങ്കിൽ ഇപ്പം എനിക്ക് സിം എടുക്കുകയും. നമ്മളിപ്പോൾ തുർക്കിയിൽ എവിടെയാ പോവാ? അപ്പം ഇതാണ് തുർക്കിൻ്റെ ഫസ്റ്റ് സീന്. ഇവിടെ എന്തെല്ലോ സ്ഥലമുണ്ട്. സിസറെ പസറെ എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ ഉള്ളതല്ല അറബിയല്ല, ഇതിപ്പോ തുർക്കിഷ് ഭാഷയാണ്. അത് വായിക്കാൻ തന്നെ കിട്ടുന്നില്ല. ഇതാണ് നമ്മളെ തുർക്കിൻ്റെ ഒരു മാപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്നത്. ഇതുവരെ നമുക്ക് ഓക്കെ ആയിരുന്നു. അതായത് GCC ഓക്കെ, ഇറാഖും വലിയ കുഴപ്പമില്ല.
പക്ഷേ ഈ തുർക്കി ഒന്നാമത് ഭാഷയും വ്യത്യാസമാണ്. ഇതിൻ്റെ സ്കെച്ച് ഇടാൻ വരെ കഴിയുന്നില്ല, ഒരു ജാതി സ്ഥലം. നമ്മളിപ്പം ഇബ്രാഹിം ഖലീൽ ബോർഡർ കഴിഞ്ഞിട്ട് സിലോപ്പി എന്ന് പറഞ്ഞ സ്ഥലത്തെത്താണ്. ഈ സിലോപ്പി ഒരു ചെറിയൊരു ടൗണാന്ന് തോന്നുന്നു. അത്യാവശ്യം വീടെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ സമയം ഇപ്പം പുലർച്ചെ 2 മണിയായി. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നിട്ട് ഞാൻ അടുത്ത നെക്സ്റ്റ് ഇസ്തംബൂൾ പിടിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇസ്തംബൂളിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് പിന്നെ നമുക്ക് ജോർജിയയിലേക്ക് വരാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നേരെ സിലോപ്പി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ചെറിയൊരു ടൗണാണ് ഇത്. കണ്ട കുറേ വീടെല്ലാം കണ്ട, അത്യാവശ്യം ചെറിയ ഫ്ലാറ്റെല്ലാം ഉണ്ടാണ്. അപ്പോൾ ഈ പമ്പിൽ ഞാൻ ചോദിച്ചപ്പം അവർ വണ്ടി വെച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇന്നലെ വണ്ടിയിലാണ് നിന്നത്. വണ്ടിയിൽ പിന്നെ ഫുള്ളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നലെ വേറെയും കുറച്ച് വണ്ടികളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലീസ് എല്ലാം ഉറക്ക് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയിട്ടാണ് പോകില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഏകദേശം 2 മണിയായി. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇപ്പം 8 മണിയായി. അപ്പോൾ എണീച്ചിട്ട് പല്ലെല്ലാം തേച്ച് അവരുടെ അടുത്ത് എൻ്റെ ഫോണിൻ്റെ കുറച്ച് എനിക്ക് നെറ്റില്ല, കാരണം എനിക്കിനിപ്പം ഇവിടുന്ന് സിം എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഫുള്ള് സെറ്റ് ചെയ്യട്ടോ. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മറയും. പിന്നെ 2 ഷാൾ എടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടാണ് ഞാനെപ്പോഴും വണ്ടി സെറ്റ് ചെയ്യൽ. നല്ല വൃത്തിയുള്ള പമ്പ ഇതുണ്ടോ. ഈ ബാത്റൂം ഡെയിലി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്നാണ് ബാത്റൂമെല്ലാം ഉപയോഗിച്ചത്. നല്ല വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് എടുത്തത്. ഇതുണ്ട്, ഇത് പെണ്ണുങ്ങൾക്ക് വേറെ ആണെങ്കിൽ പോലെ. നമ്മൾ ഇന്ത്യയിലെ ചില പമ്പൊന്നും ഒരു വൃത്തി, നല്ല വൃത്തിയുണ്ട്. നോക്കിയട്ടെ, ഇവിടുന്ന് വാഷ്റൂമിലെല്ലാം പോയി. നമ്മളിപ്പോൾ ഉള്ളത് സിലോപ്പി. ഓക്കെ, ഇത് തുർക്കിയിലെ സിലോപ്പി എന്ന് പറയുന്ന ഒരു പമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നലെ ബോർഡറിൽ നിന്ന് കയറി ഫസ്റ്റ് വന്ന സ്ഥലമാണ് സിലോപ്പി. അപ്പോൾ ഞാൻ ഇന്നലെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ് താമസിച്ചിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇവരെനിക്ക് ചായ തന്ന്, ഇപ്പോൾ ആണെങ്കിൽ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചുകൊണ്ടുവന്ന്. ബ്രേക്ക്ഫാസ്റ്റ് തുർക്കിഷ്, ഓൾ തുർക്കിഷ്, കുർദിഷ്. ബട്ട് ദിസ് തുർക്കി, ബട്ട് സെയിം കുർദിഷ് ഫുഡ്. ഓക്കെ കുർദിഷ് ഫുഡ് ആട്ടെ ഇവർ കഴിക്കുന്നത്. ഇതാണ് ഇവരെ നാസ്ത രാവിലെ തന്നെ. ഇതാണ് ഈ പമ്പ്. ബെഗുൻ അല്ലാ ഇസിന്നെ യപ്തിൻ. ഇവരെ ഭാഷ ഉള്ളത് അള്ളാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതില്ല. പക്ഷേ ഇവരെ ഭാഷ ഉണ്ടോ, ഇതൊരു മുസ്ലിം പമ്പാണ് കേട്ടോ. തുർക്കിഷിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഇവരെല്ലാവരും നമ്മളോട് ചോദിക്കും മുസ്ലിമാണോ എന്ന് ചോദിക്കും. ഇത് തുർക്കിൻ്റെ. അപ്പോൾ ഇതാണ് മുസ്തഫ കമാൽ. ഇവരാണ് തുർക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇപ്പോൾ നമ്മൾ എബ്രഹാം ലിങ്കൺ പോലെ തുർക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണിത് മുസ്തഫ കമാൽ. അപ്പോൾ ഇവരെല്ലാ പമ്പിലും മൂപ്പരെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ UAE പോയാലാണ് ഷെയ്ഖ് സായിദിൻ്റെ ഫോട്ടോ വെച്ചതുപോലെ, റാഷിദിൻ്റെ അങ്ങനെ വെച്ചതുപോലെ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പമ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ നാസ്തയെല്ലാം കഴിച്ചത്. നല്ല ആൾക്കാരുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഈ പമ്പിൽ വന്നപ്പം ഇവിടെ ഞാൻ അതിൻ്റെ ബാക്കിൽ വണ്ടി നിർത്തിയിട്ട് അവിടെയാണ് ഉറങ്ങിയത്. അപ്പോൾ രാവിലെ ഇടിച്ച് 2 പറഞ്ഞ് ഫുഡ് കഴിക്കാൻ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതിയത് ഫുള്ളും തുർക്കിഷ് ഭാഷയാണ്. നമുക്കത് വായിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് വേണം ഇറങ്ങാൻ. അപ്പം ഇവിടുന്നാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്ര നല്ല മനുഷ്യന്മാരെന്നറിയാം. അവർ നമുക്ക് ഫുഡെല്ലാം തന്ന്, നാസ്ത തന്ന്, ചായ തന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എണ്ണ അടിക്കണം, അതാണ് മെയിനായിട്ട്. ആദ്യം നമുക്ക് സിം എടുക്കണം. സിം എടുത്തിട്ട് ബാക്കി പണി ചെയ്യണം. നമ്മളങ്ങനെ രാവിലെ തന്നെ ഇവിടുന്ന് ചായയും നാസ്തയിലാണ്. എനിക്ക് അവർ ചായ തന്നു, നാസ്ത തന്നു. നാസ്ത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റൊട്ടിയാട്ടോ. റൊട്ടി താഹിനി ഒത്ത പേസ്റ്റിൽ മുക്കി തന്നില്ല. പിന്നെ നമ്മളെ പോലത്തെ കറിയും ദോശയൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഫുള്ള് തുർക്കി എന്ന് പറഞ്ഞാൽ കബാബിൻ്റെ ലോകമാണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ശരിക്കും ടൗണിൽ എത്തിക്കില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ബോർഡറിലാണ്. അതായത് ഈ കുർദിസ്ഥാനിൽ നിന്ന് തുർക്കിയിലേക്ക് കയറി സിലോപ്പി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു എന്താ പറയണ്ടേ, ചെറിയൊരു നോർമൽ. എല്ലാ രാജ്യത്തിൻ്റെയും ബോർഡർ ഒരു ഉണങ്ങിയ പോലെ ഉണ്ടാകും. ശരിക്കുള്ള സ്ഥലം കിട്ടണമെങ്കിൽ നമ്മൾ നേരെ ഇവിടെ പോകണം, അടുത്തേക്ക്. പിന്നെ അങ്കാര, ഇസ്തംബൂൾ, അവിടെയാണ് ഇതിൻ്റെ മെയിൻ സ്ഥലങ്ങൾ. അപ്പോൾ നേരെ ഇസ്തംബൂൾ പോകാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം. പിന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ ഒമാനിൽ നിന്ന് ബാറ്ററി ചെയ്യിപ്പിച്ചുകൊണ്ട് കണ്ട എനിക്ക് ഫോണല്ലാണ്ട് വണ്ടി തന്നെ കുത്തി വെക്കാം. ഇതിൽ വണ്ടി ഓടുന്ന സമയത്ത് ബാറ്ററി ഫുള്ളും ഈ ഒരു കാണുന്ന സ്ഥലത്ത് പിടിച്ചു വെക്കും. എന്നിട്ട് നമുക്കിതെടുത്ത് ഇങ്ങനെ കുത്താം.
പിന്നെ തൽക്കാലം വിശക്കുമ്പോൾ അത്യാവശ്യം ബിസ്ക്കറ്റ്, കുബൂസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോകാൻ 2 കുബൂസും പിന്നെ ഈ ഒരു ക്രീമും മതി കേട്ടോ. അല്ലാണ്ട് അങ്ങനെ വലിങ്ങനെ ഫുഡൊന്നും യാത്ര ചെയ്യാൻ തന്നെ എണ്ണ അടിക്കാൻ തന്നെ കുറേ പൈസ വേണം. ഒന്നാമത് നല്ല ചിലവുള്ള യാത്രയില്ല. അപ്പം ഫുള്ള് പൈസ ഭക്ഷണത്തിന് വാങ്ങി കഴിച്ചാലും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ക്രീം വാങ്ങി വെക്കും. പിന്നെ 2 കുബൂസ് ഉണ്ടാവും. കുബൂസിന് ചെറിയ പൈസ, നമ്മുടെ നാട്ടിൽ 15 രൂപ എടുത്ത ഒരു കുബൂസ് കിട്ടും, വലിയ കുബൂസ്. അങ്ങനത്തെ 2 കുബൂസും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം. പിന്നെ ഇതാ ഒരു കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ നാസ്തിയായി, ചോറായി, മോദിക്കത്തെ നാസ്തിയായി. ഒരു 2 നേരം എനിക്ക് ഇത് മതി തിന്നാൻ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുന്ന ഇനി പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കണം. പെട്രോൾ നമ്മൾ കുർദിസ്ഥാനിൽ നിന്ന് കയറുമ്പോൾ ഞാൻ മോഹസന അടിച്ചത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം സൂപ്പർ അടിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം നമ്മളെ വീണ്ടും സ്പാർക്ക് പ്ലഗ് കത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി തുർക്കിയിൽ നിന്ന് എവിടെന്നെങ്കിലും സ്പാർക്ക് പ്ലഗ് മാറ്റണം. ഒന്നാമത് ഈ ഉള്ളോട്ടുള്ള ഏരിയ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സൂപ്പർ കിട്ടില്ല. അപ്പോൾ ഇന്നലെ തീരാനായ സമയത്ത് അത് അടിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടീൻ്റെ സെറ്റപ്പ്. കാണാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഇത് കുവൈത്തിൽ പോയ സമയത്ത് അവിടുത്തെ കുവൈത്ത് ആർമിന്ന് തന്നെയാണ് ഫലസ്തീൻ്റെ ഒരു ഫ്ലാഗ്. അവർ ഇതെപ്പോഴും ഇവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ എത്തിയാലും വെക്കണം എന്നിട്ട് തന്നെയാട്ടെ ഇത്. ഇതുകൊണ്ട് ഞാൻ ഇന്നലെ എർബിലിലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു ചെറിയൊരു ഡ്രീം ക്യാച്ചർ കൊടുത്തൊരു സാധനം. ഇതിൽ ഫുള്ള് നമ്മൾ കിച്ചണിൻ്റെ സാധനമുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബാറ്ററി. ഇത് ഒമാനിൽ ചെയ്യിച്ചാണ്. അതുകൊണ്ട് എനിക്ക് ലാപ്ടോപ്പ്, ഡ്രോണ്, ഫോണ്, ക്യാമറ എന്ത് വേണമെങ്കിൽ, എത്ര വലിയ സാധനം വേണമെങ്കിലും എനിക്ക് ചാർജ് ചെയ്യാം. പിന്നെ ഒരു ഇസ്തിരിപ്പെട്ടി ഉണ്ട്, അത് ചാർജിന് വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. തുർക്കിയിലിട്ട് ആദ്യമായിട്ട് പെട്രോൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഉണ്ടോ സൂപ്പർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മുഹസൻ ആണെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിക്കട്ടെ, ഇത് സ്പെഷ്യലാണ്, സൂപ്പറാണോ? ഇംഗ്ലീഷ് ടു കുർദിഷ്. അപ്പോൾ ഇതാണ് തുർക്കി ലിറാസ്. ഇവർ ലിറാസ് എന്ന് ഇതിന് പറയാനേ. ഇത് നമ്മുടെ നാട്ടിൽ ഇതിൽ 1 ഉറുപ്പ്യ നമ്മുടെ നാട്ടിൽ 2 ഉറുപ്പ്യാണ്. അപ്പോൾ ഇതിൽ ഡബിൾ. ഇത് പെട്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ ഈസിയാണ്. 200 പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 400. അപ്പോൾ ടോട്ടലി ഞാൻ ഏകദേശം ഒരു നമ്മുടെ നാട്ടിലെ 1000 ഉറുപ്പ്യക്ക്, അതായത് ഇവിടെ 1 ലിറ്റർ പെട്രോളിന് നമ്മുടെ നാട്ടിൽ സെയിം പൈസ കേട്ടോ, 100 ഉറുപ്പ്യ തന്നെ. ഇത് കുറച്ച് കൂടുതലാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഗൾഫ് പോലെയല്ല, ഇത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 1000 ഉറുപ്പ്യക്ക് 10 ലിറ്റർ എണ്ണ അടിച്ചു. ഓക്കെ, ശുക്രൻ. അപ്പോൾ നമുക്ക് സിം എടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ ഒരു തുർക്കിക്കാരനെ കണ്ടിരുന്നു. ഞാൻ അവനോട് പറഞ്ഞേ ഞാൻ എന്തായാലും പോയാൽ ഏത് ഷോപ്പാന്ന് തിരിയാണ്ട് എടുങ്ങാറോ. അപ്പോൾ ഓന് എൻ്റെ കൂടെ ഓൻ്റെ വണ്ടിയിൽ നമുക്ക് സിം എടുക്കാൻ പോവാം. ഓക്കെ, ദാറ്റ്സ് ഫോൺ കാർഡ്, വി ക്യാൻ ഗെറ്റ് സിം കാർഡ് ഫ്രം ദെയർ. ഇവൻ അങ്ങനെ ഇവൻ്റെ ചങ്ങായിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഈസ് ഇറ്റ് കുർമാഞ്ചി ഓർ തുർക്കിഷ്? കുർമാഞ്ചി. ഇത് ഇവരെ ഭാഷ കേട്ടോ, കുർമാഞ്ചി. Where we go? Hello. This way? SIM card? Okay. Okay. Go SIM card. ഗിർഗ്യാമോ, അതായത് ഇവരെ കുർമാഞ്ചി ഭാഷയിൽ ഗിർഗ്യാമോ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് കുറച്ച് തുർക്കിഷ് ഭാഷ. എൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാട്ടോ. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഓരോ സ്ഥലത്തും ഗിർഗ്യാമോ വാട്ട് ഡു യു ഗിർഗ് വാട്ട്? Okay. ഓ ഗിർഗ്. ഓക്കെ. വോഡഫോൺ ഉണ്ട്. ഹായ്, കമ്മിങ് ഫ്രം ഇന്ത്യ. I need SIM card but need to use all over Turkey. All Turkey. Yes. $4000 ഇവർ പറയുന്നത്. ഈ 1800 നമ്മുടെ നാട്ടിൽ $4000 നെറ്റിന് വരാൻ. ഇറ്റ്സ് എ ഫുൾ എമൗണ്ട്. Yes, you want 750 കോൾ GB. അപ്പോൾ ഇതെടുക്കാം. തുർക്കിയിൽ 4G മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മളെ ഇന്ത്യ 5G. യാ, വൈ തുർക്കി 4G? ഇന്ത്യ 5G സൂപ്പർ ഫാസ്റ്റ്. ഇവിടെ 5G 4G ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ പള്ളിയാണ് ഇത്, സിലോപ്പിയിലെ. ഇവിടുത്തെ ഒരു ചെറിയ മാർക്കറ്റും. നമ്മളെന്തായാലും ഇന്നിവിടെ നിൽക്കുന്നില്ല, നമ്മൾ ഇസ്തംബൂൾ പോകാനാണ് പ്ലാന്. ഓക്കെ, ചെറിയ മാർക്കറ്റ് സിലോപ്പി ടൗൺ. ഇത് ഇവിടുത്തെ ഓരോ ഷോപ്പ് നോക്ക്, എല്ലാം തുർക്കി ഭാഷ. ഇതൊന്നും തിരിയുന്നില്ല കേട്ടോ ഇവരുടെ ഭാഷ. ഇതുവരെ നമുക്ക് കുഴപ്പമില്ല. അറബി, ഇനി അറബി കാണാൻ കഴിയില്ല. ഷാറൂഖ് ഖാൻ അവളി
ഇതാണ് ഇവിടുത്തെ ഓരോ ഷോപ്പ്. ഇവിടുത്തെ ഒരു ജ്വല്ലറിൻ്റെ പേര് കണ്ട എന്ത് തോഗസ് കയും കലുക്ക് തോകുച്ചു കുയും കുലുക്ക്. അതായത് തുടക്കത്തിൽ കയ്യും വീശി വേറൊരു നാട്ടിൽ പറയുന്നു. ഗുഡ് സർ. ഇത് ഇവിടുത്തെ ഫുള്ളും ജ്വല്ലറി ഷോപ്പാട്ടാ. പൊട്ടാല് കയ്യോ ഇതൊന്ന് കൈ കൊത്തുന്നതാണ്. യോസിൻ കുലും കരൻക്ക് കുണ്ടൂറ. ഈ കുണ്ടൂർ എല്ലായിടത്തും ഉണ്ടല്ലോടാ. എന്താ അത് സംഭവം? AK കൊലാഞ്ചേരി. ഐഫോൺ ഫെർഹാൻ ഉസ്താദ്. അതേത് ഉസ്താദാണ്? മൂക്ക് ഉസ്താദെല്ലാം കേട്ടത്. പോലീസി പോലീസി. ഓ ഗുഡ് കാർ. അങ്ങനെ 1.5 മണിക്ക് തുടങ്ങിയ ഡ്രൈവിംഗ്. ഇപ്പൊ സമയം 8 മണിയായി. 8 മണിയായാലാണ് ഒരു സിറ്റി കാണുന്നത്. നോക്കിയട്ടെ സിറ്റിന്റെ പേരെന്തോളി. ഒന്നാമത് ഇവിടുത്തെ ഭാഷയൊന്നും വായിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇംഗ്ലീഷിൽ ഇവർ എവിടെയും പേര് കൊടുത്തിട്ടില്ല കേട്ടോ. ഇസ്തംബൂൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയത്തായെന്നറിയാം. സാന്യൂർഫ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. Assalamu alaikum. Kubus only. Kubus? Yeah. See? That's it. Plain kubus. One kubus. Come. നല്ല പൈസയാണ് ഫുഡിന്. അതുകൊണ്ട് നമുക്ക് കുബൂസ് മാത്രം വാങ്ങിക്കാം. ഓ ഇതല്ലേ ഇവരെ കബാബ്. കുബൂസ്. Kubus? Yeah. Yes, kubus. Egg milk. Come hada, how much kubus? Okay. India. No Arabia. ഈ തുർക്കിയാണ് മക്കളെ കബാബിൻ്റെ എന്ന് പറയേണ്ട ആശാന്. ഇവരിതാണ് ഈ കാണുന്ന ചായ കബാബ് സംഭവം. എൻ്റെ മൂക്കടഞ്ഞ് ജലദോഷം പിടിച്ചിട്ട് നമുക്കൊരു ചായ കുടിക്കാം. Yeah. How much? Come please. Lira house. One. 10 lira. Okay, so 1, 2. it's cooking. It's finished. But it's not finished. Allah, വേഗാത്ത സാധനം ഇവർ തരുന്നത്. It's not cook. Oraya yani meşgul. Aynen. ഇങ്ങനെ നിന്നാനോ പഠിച്ചോളെ. Onların ekmeği kırmızı ya. Ekmeği. ഇതെങ്ങനെ തിന്നാ? ഇത് വെന്തിനാ? Another next kubus. Adni. One. Need that one. Where can I get? Somu? അവിടെ ഇത് തീരെ വന്നിട്ടില്ലല്ലോ. നെക്സ്റ്റ് ഷോപ്പ് ഇതാന്ന് വന്നാൽ പുറത്ത് നറ്റൊളി അർത്ഥം അറിയില്ല. നെക്സ്റ്റ് വൺ വേറെ ഏതോ ഷോപ്പിൻ്റെ പേരെല്ലാം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവരെ ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ 3 ഷോപ്പിൽ കയറി ഇറങ്ങി. പക്ഷേ എങ്കിൽ ആംഗ്യം കാണിച്ചപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാ നമ്മൾ വണ്ടിയൊക്കെ ഇന്ന് മഴ പെയ്തിട്ട് ഫുള്ളും അങ്ങനെ ചളിയിൽ പരണ്ടിന്. തുർക്കിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണോ ഇതാണ് അയാൾ പറഞ്ഞേ കുബൂസിൻ്റെ സ്ഥലം. ഇവിടെ ഇത് ഒരു ബേക്കറി കേട്ടോ. ഇവിടെ നമുക്ക് വേണ്ട സാധനം അത്യാവശ്യം ഉണ്ടാവും. ഓ ഇതല്ലേ നമ്മൾ ഗൾഫിൽ കാണുന്ന കുബൂസിൻ്റെ സ്ഥലം. Kubus. Come hada. Yeah. Ashra. 2. Dale. Okay da. Ver 200 mübarek. Daha sonra ver. Shukran. It's hot, no? Oh, no soft? Sugar. No.
ഹോട്ട് 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 ഹോട്ട്. അത് മരം പോലെ ഉണ്ട്, കുറച്ച് ചൂടാക്കാൻ പറഞ്ഞത്. ആ ഓക്കെ ഓക്കെ. ബക്ലാവ നമ്മൾ ഗൾഫിൽ മാത്രം കാണുന്ന ഫുള്ള് തുർക്കി ഐറ്റംസ് ഇതാ മക്കളെ ഇടാം. ദിസ് വൺ കവാദോ ഹൗ മച്ച് how much this one 25. 25. how much Simit. how much this one how much money how 10 okay one ഇതിന് 10 രൂപ കേട്ടോ. No in India no Arabi sorry. How much? 1 money. Yeah, this one 10. Okay. One piece one. One yeah. Pizza എന്ന് പറഞ്ഞാൽ ഒരു പീസ്. Yes. How much? No. ഇതിന് അവർ പൈസ എടുത്തില്ല. ശുക്രൻ ബൈ ബൈ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമുക്കിത്. ഭാഷ അറിയാണ്ട് മനുഷ്യൻ വിശന്ന് ചാല ഉണ്ടായോ. ഒരു ചായ മേടിച്ചു ഇവിടുന്ന്. ഇതാണ് ഇവരെ പൈസ കേട്ടോ. തുർക്കിഷ് ഒരു തുർക്കിയിലെ ഒരു കാപ്പിറ്റേറ്റ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ദുബൈയിൽ മാത്രം കണ്ട സാധനമില്ലേ, കുറേ ഈ മഞ്ഞ പോലത്തെ ഇതുണ്ട്. ഇതൊരു റൗണ്ടാണ്. അതിൻ്റെ ബേക്കറിൽ ഇപ്പോൾ പോയത്. അപ്പോൾ ഞാൻ ചായ ഇവിടെ ചായ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞു ഈ ചായപ്പൊടിയെല്ലാം സിറിയനും ഇറാനും നല്ലത് കൊണ്ടായിരുന്നു. അപ്പോൾ ഇറാനിലുള്ള ചായപ്പൊടി ഉണ്ടാവും. ഇവരെ ചായ ഭയങ്കര രസമാണ്. നമുക്ക് ഇസ്തംബൂളിലേക്ക് 1600 കിലോമീറ്റർ. ആയിക്കിപ്പം 600 കഴിഞ്ഞ്. ഇനി 1000 ബാക്കിയുണ്ട്. ഉച്ചക്ക് 1.5 മണിക്ക് തുടങ്ങിയതാണ്. ചെറിയ റോഡായതുകൊണ്ട് ഓടിക്കെത്തിക്കില്ല. നമ്മൾ പിന്നെ 1000 കിലോമീറ്റർ ചിലപ്പം 12 മണിക്കൂർ എടുക്കും. നാളെല്ലാം എത്തുള്ളൂ. മോദിക്ക് മാക്സിമം ഡ്രൈവ് ചെയ്യുക. വേണമെങ്കിൽ എവിടെയെങ്കിലും നിർത്തി കുറച്ച് ഇറങ്ങി പിന്നെ ഡ്രൈവ് ചെയ്യാം. Ekmek. Ekmek. Senin. Okay. Simit. Türk iş namı simit. Simit. He. What? Arabi hubus. Arabic hubus. Okay. Turkish semen. Somuk ekmek. Türk iş ekmek. 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 ഇപ്പം നമ്മൾ അവിടുന്ന് ചായ കുടിച്ച് ഇറങ്ങി. നോക്കിയോട്ടെ, ഇത് ഫുള്ള് 2-way റോഡാണ്. ഇതുവരെ നമുക്ക് 1-way കിട്ടി. പിന്നെ സൗദി പോലെയായി 2-way റോഡായി. ഒരു പമ്പ് കിട്ടി. ഒരു കുറച്ച് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ 1-2 മണിക്കൂർ ഉറങ്ങിയിട്ട് അപ്പോൾ ഒരു 1-2 മണിക്കൂർ നമുക്ക് ചെറുങ്ങനെ ഒന്ന് വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ഉറക്കം വന്ന്. ഒരിക്കലും ഉറക്കം വന്ന വണ്ടി ഓടിക്കരുത്. എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ പമ്പോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം കുറച്ച് ഒഴിഞ്ഞ അങ്ങനെയല്ല, ഇവിടെ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഒഴിഞ്ഞ് വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങണം. കാരണം കണ്ണിങ്ങനെ പൊട്ടിപ്പോയി. ഞാനിങ്ങനെ ഓടിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിങ്ങനെ നമ്മൾ ഉറങ്ങുന്നുണ്ട് എന്ന് അറിയാനുള്ള ഒരു ഐഡിയ എന്താ അറിയാം, നമുക്കിങ്ങനെ എന്തോ ഇങ്ങനെ ചിന്ത വരും. അല്ലെങ്കിൽ തന്നെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഫുള്ള് ചിന്തയായിരിക്കും, എവിടെയല്ലോ പോയി വരും. പക്ഷെ എന്നാലും വണ്ടി ഓടും, അതെന്തോ ഒരു സംഭവം. പക്ഷേ നമ്മളിങ്ങനെ ഞാൻ ഉറങ്ങുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ കണ്ണിങ്ങനെ വെല്ലുപോയി. അന്നേരം ഞാൻ ഇവിടെ വണ്ടി നിർത്തി. നോക്കുമ്പോൾ ഇവിടെ കുറേ വണ്ടിയുണ്ട്. അധികം ആൾക്കാർ വിടാന്നല്ല, പൊതുവെ എല്ലായിടത്തും ഉറക്കം വന്നാൽ സൈഡാക്കിയിട്ട് കുറച്ച് സമയം ഉറങ്ങും. അപ്പം ഒരു 2 മണിക്കൂർ ഒന്ന് ഉറങ്ങിയിട്ട് എണീച്ചിട്ട് പോവാം. ഉറക്കുന്നത് പറയാൻ കയറി ഇനിയിപ്പോൾ നിർത്തിയാൽ പിന്നെ ഉറക്കം വരില്ല. പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരും, അതാ പ്രശ്നം. അപ്പോൾ ഇത് നല്ലൊരു പമ്പാട്ടോ. ഇത് ലോങ് ഈ പമ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പുണ്ട്. ഷോപ്പിൻ്റെ ഉള്ളിലാണ് വാഷ്റൂം. വേണ്ട, അടിപൊളി വാഷ്റൂം അല്ലേ. ഇവിടെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് വൃത്തിയാണെന്നറിയാം. ഞാൻ ശരിക്കും നെട്ടിപ്പോയി. തുർക്കിയിൽ വന്നിട്ട് ഓരോ പമ്പിലും വൃത്തി കണ്ടാൽ ഭയങ്കര നിങ്ങളായിട്ട് നെട്ടിപ്പോവും. ഇതൊക്കെട്ടെ എന്ത് ക്ലീനിലാണ് വെച്ചിനെ നോക്ക്. ഇതൊക്കെ എന്ത് ക്ലീനിലാണ് വെച്ചിനത്. എന്ത് വൃത്തിയാ. ടോയ്ലറ്റ് നോക്കിയാ അതിലപ്പുറത്ത് ഭയങ്കര വൃത്തി. ഇത്രയും വൃത്തിയുള്ള ആടെയും കണ്ടിക്കില്ല കേട്ടോ.
അതായത് GCC കഴിഞ്ഞിട്ട് ഗൾഫ് കഴിഞ്ഞിട്ട് ഇത്രയും വൃത്തിയുള്ള ടോയ്ലറ്റ് തുർക്കിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിസ്കരിക്കുന്ന റൂമുണ്ട്. അപ്പോൾ സ്വഭ നിസ്കരിച്ചിട്ട് പോവാം. മുപ്പറ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ച്. ഇവർക്ക് ഇവിടെ ചെറിയൊരു കിച്ചൺ ഉണ്ട്. ഇവർ അത്യാവശ്യം ചായ കുടിക്കാൻ നേടുന്നു. ഓ ചായ റെഡി. അപ്പം അവർ നമുക്ക് ചായ തന്ന് ഇവിടെ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ പെട്ടി പോലെ എടുത്ത് ഇടല കേട്ടോ. എൻ്റെ അമ്മനെ എന്ത് തണുപ്പാന്നറിയാം പുറത്ത്. ഇതൊക്കെ ഫുള്ള് അടഞ്ഞു പോയത്. ഓ ഒലീവ് ജയ്ത്തിനാ മൂപ്പർ ഇത് എടുക്കാനാ പോയത്. ഓക്കെ ശുക്രൻ. നമ്മളെ വൈപ്പറിൻ്റെ ഉള്ളിലെ വെള്ളം ദേശം തീർന്നു. അറിയില്ല ഇത്. ഓക്കെ നമ്മളെ ഗ്ലാസ് വൃത്തിയായിട്ടാ. ഈ ഗൾഫിന് ശേഷം, അതായത് നമ്മളെ UAE, ഒമാൻ, സൗദി, അതുപോലെ തന്നെ കുവൈത്ത്, ഖത്തർ, ബഹ്റൈന് ശേഷമാണ് ഒരു സ്ഥലത്ത്. ഇറാഖിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. തുർക്കിയിൽ ഇങ്ങനെ ഗ്ലാസ് ആയി തരും. അങ്ങനെ 24 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് സനൂർഫെല്ലാം കഴിഞ്ഞ് അങ്കാറിൻ്റെ തൊട്ടിപ്പുറത്തെത്തിയപ്പോൾ നമ്മളെ വണ്ടി പിന്നെയും പ്രശ്നമായി. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഞാനൊരു ആദ്യ എണ്ണ അടിച്ചത് കൊണ്ട് തന്നെ സ്പാർക്ക് പ്ലഗ് പിന്നെയും ഫുള്ളായിട്ട് ഡൗൺ ആയി. എൻജിൻ ലൈറ്റ് വന്ന് അങ്ങനെ നമ്മളെ വണ്ടി സൈഡായി. അപ്പോൾ ഞാൻ അറിയാത്ത നാടും അറിയാത്ത റോഡും അറിയാത്ത വഴിയോ ഭാഷ വല്ല അറിയില്ല. അങ്ങനെ 2-3 ആൾക്കാർ വന്ന് നോക്കി. ഒന്നാമത് ഗൂഗിളിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അങ്ങനെ അടുത്ത ഒരാൾ വന്നിട്ട് ഇയാൾ $150 പറഞ്ഞു. അതായത് ഈ വണ്ടി വിൻ ചെയ്തിട്ട് ഒരു ഗ്യാരേജ് കൊണ്ടേക്കാൻ വേണ്ടി $150. അപ്പോൾ അത്രയും പൈസ എൻ്റെ അടുത്തില്ല. അത് ഭയങ്കര പൈസയല്ലേ, 150 വല്ലത് ഭയങ്കര എക്സ്പെൻസാണ്. അങ്ങനെ അയാളോട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരാളെ കിട്ടി. അങ്ങനെ അവരാണ് ഒരു ആലിമുൽ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. മൂപ്പര വണ്ടിയിലാണ് നമ്മളിത് കയറ്റിയത്. ഏകദേശം ഒരു $10. എന്നോട് പൈസയൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ എത്തിയത് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഇൻസ്റ്റാഗ്രാമെല്ലാം കണ്ട് എൻ്റെ യാത്രയെല്ലാം കണ്ടപ്പോൾ മൂപ്പർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ വണ്ടി എടുത്ത് കയറ്റുന്നത്. എനിക്ക് നമ്മൾ ഈ വണ്ടിയും കൊണ്ട് എവിടെയെല്ലാം പോയി അവിടെ എല്ലാം പണിയാവും. ഒന്നാമത് ഇത് പെട്രോൾ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഗൾഫ് നാട്ടിൽ പല സൂപ്പർ, അതുപോലെ തന്നെ പല എന്താ പറയുക എക്സ്ട്രാ അങ്ങനെയെല്ലാം കുറേ കോളത്തിൽ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ ഇറാഖിൽ വന്ന സമയത്ത് അധിക സ്ഥലത്തും ആദ്യം ഉണ്ടാവുക. കുർദിസ്ഥാനിലെ പിന്നെയും സൂപ്പർ കിട്ടി. അങ്ങനെ നമ്മൾ തുർക്കി ബോർഡറിൽ വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ അടിച്ച് ചിലപ്പം വീണ്ടും നമ്മൾ സ്പാർക്ക് പ്ലഗിന് പ്രശ്നം വരും. അങ്ങനെ എഞ്ചിൻ ലൈറ്റ് അങ്ങനെ ഏകദേശം 1-2 ആഴ്ച ഇങ്ങനെ എഞ്ചിൻ ലൈറ്റ് കത്തുന്നത്. അവസാനം എഞ്ചിൻ ലൈറ്റ് കത്തിയപ്പോൾ ഞാൻ ഉറപ്പിച്ചാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി സ്റ്റക്കാവും. അങ്ങനെ വണ്ടി സ്റ്റക്കായി. അങ്ങനെ ഇയാളെ വണ്ടിയിൽ നമ്മൾ വിഞ്ചിൽ കയറ്റിയിട്ട് കൊണ്ടുവന്നു. ഈ തുർക്കിയിലുള്ള ഏത് ഭാഗത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ വിഞ്ചുകൾ കാണാൻ പറ്റും. അതായത് ഇങ്ങനത്തെ കുറേ വണ്ടികൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഞ്ചായത്. അങ്ങനെ ഞാൻ മൂപ്പരെ വണ്ടിയിൽ അപ്പൊ ഇത് അലിന്റെ വണ്ടിയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. എന്നാലും നമ്മളെ വണ്ടിന്റെ ഒരു അവസ്ഥ എന്നാലും എൻ്റെ മോളെ നീ ഇങ്ങനെ നമ്മൾ ഇതിന് മുമ്പ് കുവൈത്തിൽ നിന്ന് വണ്ടി ശരിയാക്കി. അത് പിന്നെ GCC എനിക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം എവിടെ പോയാലും നമ്മളെ മലയാളികളുണ്ട്, പിന്നെ അറബികളെ നാടാണ്. നമുക്ക് എന്ത് ഹെൽപ്പും അവർ ചെയ്തു തരും. അപ്പോൾ ഇറാഖിൽ നിന്ന് എൻ്റെ ക്ലച്ചിലായാലും ഞാൻ ആകെ ബേജാറായപ്പോൾ ആ ബസ്രേത്ത, അതായത് ഇറാഖിൽ ഏറ്റവും നല്ല ആളുകൾ ബസ്രയിലാണ്. അപ്പം ബസ്രേത്ത ആ ഒരു പിന്നെ ആർമീൻ്റെ ഫാമിലിയിൽ ഞാൻ പോയത്. മൂപ്പരാണ് എൻ്റെ വണ്ടി ഫുൾ അന്നിട്ട് ശരിയാക്കി തന്നെ, ഒരു 5 പൈസ വാങ്ങിക്കാണ്ട്. പിന്നെ പക്ഷേ ഇവന് ഒരാൾ വന്നിട്ട് $150 ഉണ്ട്. അത്ര എൻ്റെ അടുത്ത് ഇല്ല. ഞാൻ പറഞ്ഞു അത്ര തരാൻ പറ്റില്ല. പക്ഷെ ഇവനൊരു $50 സാരമില്ല നോക്കാന്ന് പറഞ്ഞു, ചെറിയ പൈസക്ക്. അപ്പോൾ ഇവൻ അതുകൊണ്ട് ഇവൻ്റെ കൂടെ ഞാൻ വന്നേ. അപ്പം നമ്മളെ വണ്ടി ഇതാ മക്കളെ ബാക്കിലുണ്ട്. എന്നാൽ ഇതെന്തൊരു ഇടങ്ങേറെന്ന് പറയണ്ടേ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയില്ലേ, എണ്ണ മാറി മാറി അടിച്ചിട്ട് വന്ന പരിപാടി ഇത്. ഇവിടെ വെക്കാൻ സ്ഥലമില്ല. സാധാരണ ഇത് പിന്നെ പെട്രോൾ ഞാൻ ഇന്നലെ ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് തൽക്കാലം നമുക്ക് സ്കോർപ്പിയോന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ എന്തായാലും പുതിയ മാറ്റണം. പുതിയ എനിക്ക് ഓൾറെഡി കിട്ടി, നാസർ ഖാൻ്റെ വീട്ടിൽ ഫ്രണ്ട് വന്നപ്പോൾ കിട്ടി. പക്ഷെ അത് അന്നേരം വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ നമ്മൾ ബോർഡറിൽ നിന്ന് പിന്നെയും വേറെ ഒരു എണ്ണയില്ലാത്തതുകൊണ്ട് മുഹസ്സൻ അടിച്ചില്ലേ, മുഹസ്സൻ അടിച്ചതുകൊണ്ട് പിന്നെയും അതിൻ്റെ പ്രശ്നമായി. ഞാൻ അറിയില്ല ലോകത്ത് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാവും ഇങ്ങനെ സൂപ്പർ സ്പെഷ്യൽ വണ്ടി, എന്താ സ്പെഷ്യൽ പെട്രോൾ സൂപ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആണെന്ന് ഞാൻ അറിയില്ല.
ഞാനും അലിയിലും കൂടി പോകുന്നു. അങ്ങനെ മൂപ്പര് കോഫി വന്നിട്ടോ. ഇവര് വണ്ടിയിൽ ഫുള്ള് സെറ്റപ്പ് ഉണ്ട്. ഇത് നോക്കിട്ടെ, ഇത് നമുക്ക് വാങ്ങിക്കണം. വേർ യു ഗെറ്റ് ദിസ് വൺ വേർ യു ഗെറ്റ് ഷോപ്പ് മാർക്കറ്റ് അതൊന്ന് വാങ്ങിക്കണം. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. This my car. ഇതെന്തിനാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഫോട്ടോ ഇവരെപ്പോഴും നടക്ക് മനസ്സിലാവുന്ന ഒരു ഗാരേജ് കിട്ടാൻ. Tamam seni şimdi burada തുർക്കിഷ് ട്രെയിൻ bu arkadaş റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ bu arkadaş ട്രെയിൻ. ഓ തുർക്കിയിലൊരു ട്രെയിൻ ഉണ്ട്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പോൾ ഉള്ള കേട്ടോ. അതിന്റെ അടുത്താണ് ഈ പോലീസ്. ബട്ട് biliyoruz diye konuşmuyoruz. ദിസ് ഫ്രണ്ട് വിൽ ടേക്ക് ഇറ്റ് ടു ദ റിപ്പയർ ഷോപ്പ്. ഓക്കെ ബട്ട് അവസാനം നമ്മളിതാ ഒരു ഗാരേജിൽ എത്തിയിട്ടുണ്ട്. പഠിച്ചവനെ എഴുതി ശരിയാക്കി തരണേ, അല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോ. ഇവിടെ ഇവർക്ക് അറിയാൻ പറ്റുമോ ഇതെല്ലാം? ഗോ ഗോ വെയിറ്റ് ആഫ്റ്റർ ദിസ്. Ya bunlar hallederler, beni gönder. Mani. യാ കം കം. $10 ഓനെന്നെ ഇവിടം വരെ എത്തിച്ചേട്ടാ. എന്നോട് പറഞ്ഞ അത് സാരമില്ല, അത്ര മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും നല്ല മനുഷ്യന്മാർ തുർക്കിയിലുണ്ട് കേട്ടാ. അങ്ങനെ സ്പാർക്ക് പ്ലഗും റെഡിയാക്കി ഞാനും ഓളും അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര പ്രാവശ്യം ഓരോ രാജ്യത്ത് പോയാലും വർക്ക്ഷോപ്പിൽ കയറാനല്ലാണ്ട് ഈ വണ്ടിക്ക് ഒരു പണിയില്ല. ഇറക്കം ഇതാണ് അങ്കാര. നമ്മൾ അങ്കാരൻ്റെ ഉള്ളിലൂടെ ടൗണിൽ ഇറങ്ങില്ല. പക്ഷെ ശരിക്കും ഒരു വലിയൊരു ഗൾഫ് ദുബായ് പോലെയാണ് കാണാൻ. വലിയ വലിയ ബിൽഡിങ് ഫ്ലാറ്റ് സംഭവം ഭയങ്കര മഴയാണെന്ന് കാണാൻ. മഴ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ട്രക്ക് മുതൽ അതിൻ്റെ വെള്ളം തെറിച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹിന്ദുസ്ഥാൻ. Burada. ഓ ഇവിടെ ഇന്ത്യയിലെ ഒരാൾ ഇവിടെ ട്രക്ക് ഓടിക്കുന്നുണ്ട്. പെട്രോൾ. ഇത് തുർക്കിയിലെ പെട്രോൾ പമ്പിലൊരു വാഷ്റൂമാണ്. എന്ത് വൃത്തിയാ, എയർപോർട്ടിനേക്കാളും വൃത്തിയുണ്ട്. നോക്ക്. അന്നാന്റെ മോനെ ടോയ്ലറ്റിൽ പാനി നെഹി പേപ്പറാ. പൈസ പറഞ്ഞ ചായ നമ്മുടെ നാട്ടിൽ ₹40 20 TL. തുർക്കിഷ് ടീ. ഷുഗർ ശക്കർ. നമ്മളെ ആദ്യത്തെ തുർക്കി ഇട്ടിപ്പോൾ ഫുള്ള് വെള്ളത്തിലായി എന്ന് പറയാം. മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോർഡർ കയറിയ മുതൽ തുടങ്ങിയ മഴയാണ്. ഇതുവരെ മഴ ഇപ്പോൾ ഇസ്തംബൂൾ എത്താൻ അതിന് ഉണ്ടാവും. അങ്ങനെയുള്ള പോലെ നോക്കിയാണ്. ഇവിടുത്തെ ടോള് ഓട്ടോമാറ്റിക്കാ. നമുക്ക് ടോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തുറക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യാം. എത്ര സമയം ഇവിടെ നിൽക്കുന്നറിയാം. ഇതെന്ത് സിസ്റ്റമാണ് ഇവരത്? എൻ്റെ വീട്ടിലൊരു വണ്ടിയുണ്ട്. ഇതാണ് നമ്മളെ തുർക്കിൻ്റെ ഒരു മാപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്നത്. ഇതുവരെ നമുക്ക് ഓക്കെ ആയിരുന്നു, അതായത് GCC ഓക്കെ, ഇറാഖും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ തുർക്കി ഒന്നാമത് ഭാഷയും വ്യത്യാസമാണ്. ഇതിൻ്റെ സ്കെച്ച് ഇടാൻ വരെ കഴിയുന്നില്ല. ഒരു ജാതി സ്ഥലം. നമ്മളിപ്പം ഇബ്രാഹിം ഖലീൽ ബോർഡർ കഴിഞ്ഞിട്ട് സിലോപ്പി എന്ന് പറഞ്ഞ സ്ഥലത്തെത്താണ്. ഈ സിലോപ്പി ഒരു ചെറിയൊരു ടൗണാന്ന് തോന്നുന്നു. അത്യാവശ്യം വീടെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ സമയം ഇപ്പം പുലർച്ചെ 2 മണി. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നിട്ട് ഞാൻ അടുത്ത നെക്സ്റ്റ് ഇസ്തംബൂൾ പിടിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇസ്തംബൂളിൽ നിന്ന് ഒരു കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് പിന്നെ നമുക്ക് ജോർജിയയിലേക്ക് വരാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ. ജോർജിയ, ഇസ്തംബൂൾ, ജോർജിയ. മൂപ്പര് വന്ന് പറഞ്ഞു കേട്ടാ. പറഞ്ഞുകൊണ്ടാണ് എടാ
ഇതില് വരാൻ കിടിലൻ ഫ്ലാറ്റ് ആണല്ലോ.